നമസ്കാരം. ഏവർക്കും എല്ലാ ഞായറാഴ്ചകളിലുമുള്ള മാർക്കറ്റ് ഔട്ട്ലുക്ക് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ജൂലൈ 12. അങ്ങനെ നമ്മൾ നാളെ മുതൽ ഈ കലണ്ടർ മാസത്തിലെ രണ്ടാമത്തെ ആഴ്ചയിലേക്ക് എൻ്റർ ആവുകയാണ്. പ്രധാനമായും 7 ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കും വരാൻ പോകുന്ന ആഴ്ചയിൽ ഇന്ത്യൻ മാർക്കറ്റിന്റെ ദിശയും അവ എന്തൊക്കെയാണെന്ന് വിശദമായി തന്നെ നമുക്ക് ഈ വീഡിയോയിൽ പരിശോധിക്കുകയും ചെയ്യാം. അതിനു മുൻപേ കഴിഞ്ഞ ആഴ്ചയിലെ ഇന്ത്യൻ മാർക്കറ്റിനെ കുറിച്ച് വേഗത്തിൽ ഓടിച്ചു നോക്കിയിട്ട് വരാം. കഴിഞ്ഞ ആഴ്ചയിൽ ബുധനാഴ്ച നേരിടേണ്ടി വന്ന ശക്തമായ ഇടിവിനെ തുടർന്ന് വ്യാഴം വെള്ളി ദിനങ്ങളിൽ നേട്ടം കൈവരിക്കുവാൻ സാധിച്ചെങ്കിലും വീക്കിലി ബേസിസിൽ നിഫ്റ്റിക്കും സെൻസെക്സിനൊക്കെ നേരിയ നഷ്ടത്തോടുകൂടി തന്നെ ട്രേഡിംഗ് അവസാനിപ്പിക്കേണ്ടതായിട്ടും വന്നു. അതേസമയം നിഫ്റ്റി IT മേഖലയ്ക്ക് ഒത്തിരി നാളുകൾക്ക് ശേഷം എസ്പെഷ്യലി TCSന്റെ ക്വാർട്ടർലി ഏർണിംഗ്സ് വന്നതിന് ശേഷം ഉണ്ടായ ശക്തമായ റാലിയുടെ ഫലമായിട്ട് വീക്കിലി ബേസിസിൽ 1% നേട്ടവും കൈവരിക്കുവാനായി. വെള്ളിയാഴ്ച നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം US മാർക്കറ്റുകൾക്ക് നേട്ടത്തോടുകൂടി തന്നെ ട്രേഡിംഗ് അവസാനിപ്പിക്കുവാനുമായിരുന്നു. അതേസമയം യൂറോപ്യൻ മാർക്കറ്റ്സിൽ മിക്സ്ഡ് സെന്റിമെന്റ്സോട് കൂടിയിട്ടാണ് ട്രേഡിംഗ് അവസാനിപ്പിക്കുകയും ചെയ്തത്. ശനിയാഴ്ച വെളുപ്പിനോടുകൂടി 24,200 എന്ന ലെവലിലായിട്ടാണ് ഗിഫ്റ്റ് നിഫ്റ്റിയും ക്ലോസിംഗും രേഖപ്പെടുത്തിയത്. ഇനി നാളെ മുതൽ ആരംഭിക്കുന്ന പുതിയ ആഴ്ചയിലേക്ക് വന്നു കഴിയുമ്പോൾ ക്വാർട്ടർ 1 ഏർണിംഗ്സുകളായിരിക്കും ഇന്ത്യൻ മാർക്കറ്റിന്റെ ഗതിവിധികളെ ഏറ്റവും പ്രധാനമായും ഡൊമസ്റ്റിക്കലി സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട ഘടകം. HDFC ബാങ്ക്, HCL ടെക്, റിലയൻസ് ഇൻഡസ്ട്രീസ് തുടങ്ങിയ ഹെവി വെയ്റ്റ് സ്റ്റോക്കുകൾ ഉൾപ്പെടെ ഏകദേശം 143ഓളം കമ്പനികളാണ് ഈ വരുന്ന ആഴ്ചയിൽ അവയുടെ ക്വാർട്ടർ 1 ഏർണിംഗ്സിന്റെ റിലീസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ലൈനപ്പ് ചെയ്തിരിക്കുന്നതും. 13-ാം തീയതി നാളെ തിങ്കളാഴ്ച HCL ടെക്, ICICI Prudential AMC, ബജാജ് കൺസ്യൂമർ കെയർ തുടങ്ങിയ സ്റ്റോക്കുകളും 14-ാം തീയതി ചൊവ്വാഴ്ച ടാറ്റ LXI, ജിന്ദാൽ സോ, ഡെൻ നെറ്റ്വർക്സ്, L&T ടെക്നോളജി തുടങ്ങിയ സ്റ്റോക്കുകളും. ബുധനാഴ്ച 15-ാം തീയതി HDFC അസറ്റ് മാനേജ്മെന്റ് കമ്പനി, HDFC ലൈഫ് ഇൻഷുറൻസ് കമ്പനി, ICICI Prudential ലൈഫ് ഇൻഷുറൻസ് കമ്പനി, MRPL, യൂണിയൻ ബാങ്ക്, ഏഞ്ചൽ വൺ തുടങ്ങിയ സ്റ്റോക്കുകളും. 16-ാം തീയതി വ്യാഴാഴ്ച ജിയോ ഫൈനാൻഷ്യൽ, വിപ്രോ, ടെക് മഹീന്ദ്ര, ITC, ന്യൂജൻ സോഫ്റ്റ്വെയർ തുടങ്ങിയ സ്റ്റോക്കുകളും. വെള്ളിയാഴ്ച 17-ാം തീയതി റിലയൻസ് ഇൻഡസ്ട്രീസ്, RBL ബാങ്ക്, ഫെഡറൽ ബാങ്ക്, ടാറ്റ ടെക്നോളജീസ്, ഹാവൽസ് ഇന്ത്യ, JSW സ്റ്റീൽ, ഒബ്രോയ് റിയാലിറ്റി. പിന്നീട് ശനിയാഴ്ച കൊട്ടാക് മഹീന്ദ്ര ബാങ്ക്, ICICI ബാങ്ക്, HDFC ബാങ്ക്, യെസ് ബാങ്ക്, ആക്സിസ് ബാങ്ക് തുടങ്ങിയ ഹെവി വെയ്റ്റ് സ്റ്റോക്കുകളുടെയും ക്വാർട്ടർ 1 ഏർണിംഗ്സുകളുടെ റിലീസ് ഉണ്ട്. ഇതിൽ അവസാനം പറഞ്ഞ ബാങ്കിംഗ് സ്റ്റോക്കുകളുടെ റിസൾട്ട് അടുത്ത ശനിയാഴ്ചയാണ് വരുന്നതും. ആയതിനാൽ തന്നെ വരാൻ പോകുന്ന ആഴ്ചയിൽ മാർക്കറ്റ് ടൈമിൽ മാർക്കറ്റിന്റെ ഗതിവിധികളെ ഇവയുടെ റിസൾട്ട് കാര്യമായി സ്വാധീനിക്കാൻ ഇടയില്ലെങ്കിലും, കാരണം അതിനു മുൻപേ ആയിട്ട് നിഫ്റ്റിയുടെയും സെൻസെക്സിന്റെയും വീക്കിലി എക്സ്പയറികൾ പൂർത്തിയാവുകയും ചെയ്യും. എങ്കിലും വരുന്ന വെള്ളിയാഴ്ച ഈ ഹെവി വെയ്റ്റ് സ്റ്റോക്കുകളുടെ റിസൾട്ട് ശനിയാഴ്ച വരുന്നതിന് മുന്നോടിയായിട്ടുള്ള അനുരണനങ്ങൾ ഒരുപക്ഷെ ഇന്ത്യൻ മാർക്കറ്റിനെ കാര്യമായ രീതിയിൽ തന്നെ സ്വാധീനിക്കുവാനും ഇടയുണ്ട്. ഇന്നലെ വെളുപ്പിനോടുകൂടി ഗ്ലോബൽ മാർക്കറ്റിലെ ട്രേഡിംഗ് അവസാനിപ്പിച്ചപ്പോൾ ബ്രെൻ ക്രൂഡിന്റെ വിലയിൽ 0.5%, ക്രൂഡ് ഓയിലിന്റെ വിലയിൽ 0.25% ഇടിവോട് കൂടിയിട്ടാണ് വ്യാപാരം അവസാനിപ്പിച്ചതെങ്കിലും വീക്കിലി ബേസിസിൽ ബ്രെൻ ക്രൂഡിന്റെ വിലയിൽ 5% ഉയർച്ച രേഖപ്പെടുത്തി കഴിഞ്ഞ ആഴ്ച. മാത്രമല്ല ഇന്നലെയും ഇന്നുമായിട്ട് വീണ്ടും വെസ്റ്റ് ഏഷ്യൻ പ്രശ്നങ്ങൾ, അതായത് ഇറാനും US തമ്മിലുള്ള പ്രശ്നങ്ങൾ വീണ്ടും രൂക്ഷമാകുന്ന റിപ്പോർട്ട്സ് ആണ് വരുന്നതും. ഇന്നലെ രാത്രിയും ഇന്നലെയും ഇന്നുമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന വെസ്റ്റ് ഏഷ്യയിലെ പുതിയ പ്രശ്നങ്ങൾ പല മാധ്യമങ്ങളിൽ വഴി നമ്മളെല്ലാവരും തന്നെ അറിഞ്ഞിട്ടുമുണ്ടാകും. അതുകൊണ്ട് തന്നെ വീണ്ടും ആവർത്തിക്കുന്നില്ല. ഇതിന്റെ ഒരു പ്രതിഫലനം ഒരുപക്ഷെ നാളെ മാർക്കറ്റ് ഓപ്പൺ ആവുമ്പോഴേക്കും വീണ്ടും വെസ്റ്റ് ഏഷ്യൻ പ്രശ്നങ്ങൾ രൂക്ഷമായിക്കൊണ്ട് തന്നെ ഇരിക്കുകയാണെങ്കിൽ എണ്ണയുടെ വിലയിൽ ശക്തമായ ഉയർച്ചയ്ക്കും കാരണമായേക്കാം. നാളെ മാത്രമല്ല, ഇനി വെസ്റ്റ് ഏഷ്യൻ പ്രശ്നങ്ങൾ രൂക്ഷമാവുകയാണെങ്കിൽ ഒരുപക്ഷെ ഈ വരുന്ന ആഴ്ചയിൽ എണ്ണയുടെ വില വീണ്ടും കുതിച്ചുയരുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യ പോലുള്ള എണ്ണ കൺസ്യൂം ചെയ്യുന്ന ഏറ്റവും വലിയ രാജ്യങ്ങളായതുകൊണ്ട് തന്നെ ഗ്ലോബൽ മാർക്കറ്റിനേക്കാളും വലിയൊരു ഇമ്പാക്ട് ഇന്ത്യൻ മാർക്കറ്റിനും ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. മാത്രമല്ല അത് ഇന്ത്യൻ ഹെവി വെയ്റ്റ് കമ്പനികളെ വീണ്ടും സമ്മർദ്ദത്തിലാക്കുകയും ചെയ്യും. കഴിഞ്ഞ ആഴ്ചയിൽ ചൊവ്വായും വ്യാഴവും ഒഴിച്ച് ബാക്കി 3 ട്രേഡിംഗ് സെഷനുകളിലും വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ ഇന്ത്യൻ ക്യാഷ് മാർക്കറ്റിൽ ബൈയിങ് ആണ് തുടരുകയും ചെയ്തത്. വെള്ളിയാഴ്ച തുടർന്ന ബൈയിങ്ങിന്റെ ഫലമായിട്ട് തുടർന്ന് വീണ്ടും വീക്കിലി ബേസിസിൽ 4,670 കോടി രൂപയുടെ നെറ്റ് ബൈയിങ് നടത്തിക്കൊണ്ട് വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ ഇന്ത്യൻ ക്യാഷ് മാർക്കറ്റിലേക്ക് തിരിച്ചു വരുന്ന കാഴ്ചകൾ തന്നെയാണ് കാണുവാനായിട്ടും സാധിക്കുക. കൂടാതെ ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങളും കഴിഞ്ഞ ആഴ്ചയിൽ ഇന്ത്യൻ മാർക്കറ്റിൽ 2 ട്രേഡിംഗ് സെഷനുകളിൽ നെറ്റ് സെല്ലിംഗ് നടത്തിയെങ്കിലും വീക്കിലി ബേസിസിൽ
സ്റ്റോക്കിൽ 8,280 കോടി രൂപയുടെ നെറ്റ് ബൈയിങ്ങും നടത്തി. കൂടാതെ വെള്ളിയാഴ്ച പുറത്തു വന്ന മ്യൂച്വൽ ഫണ്ട് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാനിന്റെ അതായത് SIPയുടെ കോൺട്രിബ്യൂഷൻ വീണ്ടും 3 മാസത്തെ ഏറ്റവും ഉയർന്ന നിലയിലായിട്ട് 31,780 കോടി രൂപയായിട്ട് ജൂൺ മാസത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതിനെ തുടർന്ന് വെള്ളിയാഴ്ച നമ്മൾ പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട്സിൽ കണ്ട പോലെ തന്നെ മന്ത് ഓൺ മന്ത് ബേസിസിൽ 2.7%, ഇയർ ഓൺ ഇയർ ബേസിസിൽ 16% വർധനവാണ് SIPയിൽ രേഖപ്പെടുത്തിയതും. അതുകൊണ്ട് തന്നെ ഈ വരാൻ പോകുന്ന ആഴ്ചയിലും വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ എന്തെങ്കിലും കാരണവശാല് എസ്പെഷ്യലി വെസ്റ്റ് ഏഷ്യയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഇന്ത്യൻ മാർക്കറ്റിൽ വീണ്ടും സെല്ലിംഗ് ആരംഭിക്കുകയാണെങ്കിൽ ജൂണിലെ SIPയുടെ പുറത്തുവന്ന ഡാറ്റ പ്രകാരം മാർക്കറ്റിനെ നിക്ഷേപകരെ സംബന്ധിച്ചിടത്തോളം മ്യൂച്വൽ ഫണ്ട് ഹൗസുകൾ അതായത് ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ ഇന്ത്യൻ മാർക്കറ്റിനെ കൂടുതലായിട്ട് സപ്പോർട്ട് ചെയ്യുമെന്നുള്ള കോൺഫിഡൻസും മാർക്കറ്റിന്റെ നിക്ഷേപകരുടെ ഇടയ്ക്ക് ഇത് വരുത്തുവാനും കാരണമാക്കിയിട്ടുണ്ട്. എന്നിരുന്നാൽ കൂടിയിട്ടും വിദേശ ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങളുടെ ആക്ഷൻസും ഇതിനായിട്ട് തന്നെ വാച്ച് ചെയ്യേണ്ടിയിരിക്കുന്നു. ഒരു കാര്യം ഉറപ്പാണ്, ഗ്ലോബൽ മാർക്കറ്റിൽ അനുഭവപ്പെടുന്ന വീക്ക്നസ് മൂലം വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ വീണ്ടും സെല്ലിംഗിലേക്ക് തിരിയുകയാണെങ്കിലും ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ മാർക്കറ്റിനെ കൈവിടുകയില്ലെന്നുള്ളത്. AI-യിലുള്ള വൻതോതിലുള്ള നിക്ഷേപങ്ങളുടെ സുസ്ഥിരതയെക്കുറിച്ച് നിക്ഷേപകർ പുനർചിന്ത നടത്തിയതോടെ ഈ അടുത്ത കാലത്ത് ഹെവി വെയ്റ്റ് സ്റ്റോക്കുകളായ NVIDIA, സാംസങ്, SK ഹൈനെക്സ് തുടങ്ങിയ സ്റ്റോക്കുകളിൽ ശക്തമായ ഇടിവാണ് അനുഭവപ്പെടുന്നതും. ഇതിനെല്ലാം പുറമെ വെസ്റ്റ് ഏഷ്യൻ പ്രശ്നങ്ങൾ രൂക്ഷമായ സാഹചര്യത്തിൽ ഈ വരാൻ പോകുന്ന ആഴ്ചയിൽ ഗ്ലോബൽ ക്യൂസും ശക്തമായി തന്നെ ഗ്ലോബൽ മാർക്കറ്റിനെ എന്ന പോലെ തന്നെ ഇന്ത്യൻ മാർക്കറ്റിനെയും സ്വാധീനിക്കുവാൻ സാധ്യതകൾ ഏറെയാണ്. ജിയോ പൊളിറ്റിക്കൽ അൺസർട്ടനിറ്റി നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ FMCG, ഓട്ടോമൊബൈൽസ് മാത്രമല്ല മറ്റുള്ള റൂറൽ ഫോക്കസ്ഡ് ആയിട്ടുള്ള ബിസിനസ്സുകളിൽ മൺസൂണിന്റെ സ്വാധീനം വളരെയേറെ ഉള്ളതിനാൽ തന്നെ സൗത്ത് വെസ്റ്റ് മൺസൂണിന്റെ പ്രോഗ്രസും ഡിസ്ട്രിബ്യൂഷനും ഈ പറഞ്ഞ മേഖലകളിലുള്ള സ്റ്റോക്കുകളെ സാരമായ രീതിയിൽ തന്നെ ബാധിക്കാൻ ഇടയുള്ളത് കൊണ്ട് തന്നെ മൺസൂണുമായി ബന്ധപ്പെട്ടുള്ള ഡെവലപ്മെന്റ്സും കീനായിട്ട് തന്നെ വാച്ച് ചെയ്യേണ്ടിയിരിക്കുന്നു. Q1 ഏർണിംഗ്സുകളുടെ കാലമായതിനാൽ തന്നെ കോർപ്പറേറ്റ് ഇവന്റ്സുകളാലും നിറഞ്ഞ ഒരാഴ്ചയാണ് ഇനി വരാൻ വേണ്ടി പോകുന്നതും. TCS, DABA, MRF തുടങ്ങി 100ഓളം സ്റ്റോക്കുകളുടെ ഡിവിഡന്റിന്റെയും സ്റ്റോക്ക് സ്പ്ലിറ്റിന്റെയും ബോണസ് ഇഷ്യൂവിന്റെയൊക്കെ റെക്കോർഡ് ഡേറ്റ് ആണ് ഈ വരാൻ പോകുന്ന ആഴ്ചയിലും. സമയത്തിന്റെ പരിമിതി മൂലം ഓരോന്നും പ്രത്യേകമായി തന്നെ എടുത്തു പറയുന്നില്ല. അതാത് ദിവസത്തെ പ്രധാനപ്പെട്ട കോർപ്പറേറ്റ് ഇവന്റുകളും അതാത് ദിവസത്തെ പ്രീ മാർക്കറ്റിൽ സ്പെസിഫിക് ആയിട്ട് തന്നെ മെൻഷനും ചെയ്യാം. കോർപ്പറേറ്റ് ഇവന്റ്സ് സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസിലേക്ക് നയിക്കാവുന്നത് കൊണ്ട് തന്നെ അത് സ്റ്റോക്കുകളെ മാത്രമല്ല മാർക്കറ്റിനെയും കാര്യമായ രീതിയിൽ തന്നെ സ്വാധീനിക്കാനുള്ള സാധ്യതകളും നിലനിൽക്കുന്നുണ്ട്, എസ്പെഷ്യലി ഹെവി വെയ്റ്റ് സ്റ്റോക്കുകൾ ആയതിനാൽ തന്നെ. ഇതിനെല്ലാം പുറമെ 2 ആഴ്ചകൾക്ക് ശേഷം വീണ്ടും ഒത്തിരിയേറെ പ്രധാനപ്പെട്ട ഡൊമസ്റ്റിക് ഇവന്റുകളാൽ നിറഞ്ഞ ഒരാഴ്ചയിലേക്കാണ് ഇന്ത്യൻ മാർക്കറ്റ് എൻ്റർ ആകാൻ വേണ്ടി പോകുന്നതും. തിങ്കളാഴ്ച വൈകുന്നേരം 4 മണിയോടുകൂടി ജൂൺ മാസത്തെ ഇൻഫ്ലേഷൻ റേറ്റിന്റെ റിലീസ് ഉണ്ട്, ഇയർ ഓൺ ഇയർ ബേസിസിലുള്ളതും മന്ത് ഓൺ മന്ത് ബേസിസിലുള്ളതും. ചൊവ്വാഴ്ച വിവിധ തരത്തിലുള്ള WPI ഇൻഫ്ലേഷൻ ഡാറ്റകളുടെ റിലീസ് നടക്കാനിരിക്കുന്നു. ബുധനാഴ്ച അൺഎംപ്ലോയ്മെന്റ്, പാസഞ്ചർ വെഹിക്കിൾ സെയിൽസ്, ബാലൻസ് ഓഫ് ട്രേഡ് തുടങ്ങിയ ഡാറ്റകളുടെയും റിലീസ് നടക്കാനുണ്ട്. ഇതുകൂടാതെ ഒരാഴ്ച ഇടവേളയ്ക്ക് ശേഷം ഒത്തിരിയേറെ പ്രധാനപ്പെട്ട ഗ്ലോബൽ ഇവന്റുകളും നിലനിൽക്കുന്നുണ്ട്. ചൊവ്വാഴ്ച 14-ാം തീയതി US-ൽ നിന്നും വിവിധ തരത്തിലുള്ള ഇൻഫ്ലേഷൻ ഡാറ്റകളുടെ റിലീസ് ഉണ്ട്. കൂടാതെ ഫെഡ് ചെയർമാന്റെ ടെസ്റ്റിമണി നടക്കാനിരിക്കുന്നു. ബുധനാഴ്ച ജൂൺ മാസത്തെ PPI ഡാറ്റയുടെ റിലീസ് നടക്കാനിരിക്കുന്നുണ്ട് US-ൽ നിന്നും. ഇതുകൂടാതെ വ്യാഴാഴ്ച റീറ്റെയിൽ സെയിൽസിന്റെയും ജൂൺ മാസത്തെ 17-ാം തീയതി വെള്ളിയാഴ്ച ഹൗസിംഗ് സ്റ്റാർട്ട്സ് ഡാറ്റയുടെയും റിലീസ് നടക്കാനുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ ഡൊമസ്റ്റിക് ആയിട്ടുള്ള ഇവന്റുകൾ മാത്രമല്ല ഗ്ലോബൽ ഇവന്റുകളും നമ്മുടെ മാർക്കറ്റിന്റെയും ഗതിവിധികളെ സാരമായ രീതിയിൽ തന്നെ ബാധിക്കുകയും ചെയ്യും. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇത് ഒരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. കല്യാൺ ജുവല്ലേഴ്സ്, ബാങ്ക് ഓഫ് അമേരിക്ക 385 കോടി രൂപയുടെ ഓഹരികൾ സ്റ്റോക്കിൽ സ്വന്തമാക്കി. ഈത്തോസ് ക്വാണ്ട് മ്യൂച്വൽ ഫണ്ട് സ്റ്റോക്കില് 175 കോടി രൂപ മൂല്യമുള്ള സ്റ്റോക്കുകൾ സ്വന്തമാക്കി. LTM പറയാൻ പോകുന്ന റിസൾട്ടുകളൊക്കെ Q1 കൺസോളിഡേറ്റഡ് ഇയർ ഓൺ ഇയർ ബേസിസിലാണ്. കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റില് 17%, റവന്യൂവില് 18% വർധനവ് രേഖപ്പെടുത്തി. ഡിമാർട്ട് നെറ്റ് പ്രോഫിറ്റില് 11.3%, റവന്യൂ ഫ്രം ഓപ്പറേഷൻസില് 15% വർധനവ് രേഖപ്പെടുത്തി. ആദിത്യ ബിർള ഗ്രൂപ്പ് ഒഡീഷയിലെ രായഗഡ ജില്ലയിലെ കൻസാരിഗുഡ അലുമിനിയം റിഫൈനറി വിപുലീകരണത്തിനായിട്ട് 12,000 കോടി രൂപയുടെ നിക്ഷേപം നടത്തുവാനായിട്ട് കമ്പനി പദ്ധതിയിടുന്നു എന്നുള്ള റിപ്പോർട്ട്സ് വരുന്നുണ്ട്. ആവന്റൽ കമ്പനിയുടെ Q1 കൺസോളിഡേറ്റഡ് നെറ്റ് പ്രോഫിറ്റില് 67.4%, റവന്യൂ ഫ്രം ഓപ്പറേഷൻസില് 35.7% വർധനവ് രേഖപ്പെടുത്തി. SCPCയും ഫ്ലൂറങ്ങും തമ്മിലുള്ള ജോയിന്റ് വെഞ്ചർ വഴി ലഭിച്ച 521.46 കോടി രൂപയുടെ EPC സബ് കോൺട്രാക്ട് റദ്ദാക്കിക്കൊണ്ടുള്ള നോട്ടീസ് ലഭിച്ചു എന്നുള്ള റിപ്പോർട്ട്സ് വരുന്നുണ്ട്.
ഹഡ്കോ 5 വർഷത്തിനുള്ളിൽ 1 ലക്ഷം കോടി രൂപയുടെ നഗരവികസന വായ്പകൾ നൽകുന്നതിനായിട്ട് ഒഡീഷ സർക്കാരുമായിട്ട് കമ്പനി ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചു. ഏവർക്കും നല്ലൊരു സായാഹ്നം ആശംസിക്കുന്നു. നാളെ രാവിലെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സുമായി കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.